പ്രണയമന്താരം. രചന അവതരണം മിത്രവിന്ദ. കല്ലു ഓടി വന്നു വാതി തുറന്നു. ബാക്കിയുള്ളവരൊക്കെ ഉറക്കം പിടിച്ചിരുന്നു. ശ്രീകുട്ടിയാണ് കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത്. അവൾ രാജിയുടെ കുഞ്ഞിനെ മേടിക്കുന്ന കണ്ട് കല്ലു മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അച്ഛൻ എങ്ങനെയുണ്ട് ചേച്ചി? ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശ്രീകുട്ടി പറഞ്ഞു. അമ്മ? അമ്മയും സുമേഷ് ഏട്ടനും കൂടി അവിടെ നിന്നു. കല്ലു ഉറങ്ങിയില്ലേ ഇതുവരെ? രാജി വണ്ടിയിൽ നിന്ന് ഇറങ്ങവേ കല്ലുവിനോട് ചോദിച്ചു. കല്ലു മറുപടിയൊന്നും പറഞ്ഞില്ല. ആ, ആയുസിൻ്റെ ബലത്തിൽ ഇവരുടെ അച്ഛൻ രക്ഷപ്പെട്ടു. സുമേഷിൻ്റെ അമ്മ കല്ലുവിനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. ഇവർക്കിതെന്തിൻ്റെ സൂക്കേടാണ്, കുറെ നേരമായി തുടങ്ങിയിട്ട്. കണ്ണും പെറുപെറുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കല്ലു, രാജിയാണ്. എന്താ ചേച്ചി, എന്തെങ്കിലും കഴിച്ചായിരുന്നോടാ? ഞങ്ങളെല്ലാവരും പെട്ടെന്ന് അച്ഛൻ ആദ്യമായിട്ടാണേ, പേടിച്ചു പോയി എല്ലാവരും. അച്ഛൻ ഒരു കുഴപ്പവും വരില്ല ചേച്ചി, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ കേൾക്കാണ്ടിരിക്കുമോ? കണ്ണൻ ഒരു തോർത്തു കൊടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. കുളിക്കാനാവൂന്ന് അവൾക്ക് തോന്നി. കല്ലു എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, എനിക്ക് വിശപ്പില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഇത്തിരി സദ്യ കഴിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വരാട്ടോ, എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വേണ്ട ചേച്ചി, എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ്. ചേച്ചിക്ക് ചായ എന്തെങ്കിലും ഇടണോ? ഇവിടെ നിൽക്ക്, ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. രാജി വേഗം മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ കുളി കഴിഞ്ഞ് നനഞ്ഞ തോർത്ത് ദേഹത്ത് പുതച്ചുകൊണ്ട് വരുന്നത് അവൾ കണ്ടു. എടി പെങ്കൊച്ചായി, കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനാണെങ്കിൽ പരവശം എടുക്കുക. സുമേഷിൻ്റെ അമ്മയാണ്. കണ്ണൻ അവരെ ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ടാണ് കയറി വന്നത്. കല്ലു അടുക്കളയിലേക്ക് പോകുന്നത് അവൻ കണ്ടു. രാജി, ഡീ, എന്നാടാ? കാളിൻ്റെ അടുക്കളയിലേക്ക് പോയി. നിന്റെ അമ്മായിമ്മയ്ക്ക് പരവേശം, നീ ഒന്നങ്ങോട്ട് ചെല്ല്. ഞാൻ പൊയ്ക്കോളാം. ശ്രീകുട്ടി എന്തിയേ? അവൾ കുഞ്ഞിൻ്റെ കൂടെ കിടന്നുറങ്ങി. ആ. രാജി അടുക്കളയിൽ ചെന്നപ്പോൾ കല്ലു എന്തൊക്കെയോ തിരയുന്നത് കണ്ടു. എന്താ മോളെ നോക്കുന്നത്? അത് ചേച്ചി, കാപ്പിപ്പൊടി കണ്ടില്ല. മാറ്, ഞാൻ കാപ്പി എടുക്കാം. വേണ്ട ചേച്ചി, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇരിക്കു കൊച്ചേ. രാജി ഒരു ടിന്നെടുത്ത് അതിൽ നിന്നും അല്പം കാപ്പിപ്പൊടി എടുത്തിട്ടു. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി കൂട്ടി അത് ഇളക്കിക്കൊണ്ട് അവൾ അമ്മായിയമ്മയ്ക്ക് മുറിയിൽ കൊണ്ടുപോയി കൊടുത്തു. രാവിലത്തെ ദോശയുടെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചെടുത്ത് അവൾ ദോശ ചുട്ടു. ചിക്കൻ കറി എടുത്ത് ചൂടാക്കി. കണ്ണനെ വിളിച്ചോണ്ട് വാ, അവനൊന്നും കഴിച്ചില്ല. വിശപ്പൊട്ടും സഹിക്കുന്നവനല്ല. രാജി പറഞ്ഞപ്പോൾ അവൾ ഒന്നും മടിച്ചു. ചെല്ല്, പോയി വിളിക്ക്, ഞാനിതെല്ലാം എടുത്തു വെക്കട്ടെ, അവൾ പറഞ്ഞു. കല്ലു മുറിയിലേക്ക് ചെന്നപ്പോൾ ഫോണിൽ എന്തൊക്കെയോ നോക്കി കട്ടിലിൻ്റെ ക്രാസയിൽ ചാരി ഇരിപ്പുണ്ട് കണ്ണൻ. രാജി ചേച്ചി വിളിക്കുന്നു, കല്ലു പറഞ്ഞു. രാജി ചേച്ചി കഴിക്കാൻ വിളിക്കുന്നു. എനിക്കൊന്നും വേണ്ട, അവളോട് പറഞ്ഞേക്ക്. പെട്ടെന്ന് കല്ലു പിന്തിരിഞ്ഞു. അതെ, താൻ എന്തെങ്കിലും കഴിച്ചോ? അവൻ വിളിച്ചു ചോദിച്ചു. ഇല്ലെന്ന് അവൾ ചുമലനക്കി. എന്നാ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അവൻ ഫോൺ ബെഡിലേക്ക് വെച്ചിട്ട് പറഞ്ഞു. കല്ലുവിൻ്റെ ചുണ്ടിൽ ആരും കാണാതെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. അപ്പം തന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ? അവൾ തന്നോട് തന്നെ ചോദിച്ചു. ഇതെന്ത് സ്വപ്നം കണ്ട് നിൽക്കുക? കണ്ണൻ അടുത്തു വന്ന് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി. ആ മൂർത്തട്ടക്കാവി പോയി അല്ല ചരടും ജപിച്ച് കെട്ട്, ഈ ഞെട്ടലും പേടിയും പോകാന് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മുന്നോട്ട് നടന്നു. മൂവരും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. കല്ലുവാണെങ്കിൽ ആകെ ഒരു ദോശയാണ് കഴിച്ചത്. രാജി അതിനവളെ വഴക്കും പറഞ്ഞു. കുഞ്ഞു വഴക്കുണ്ടാക്കുന്നതിനാൽ രാജി വേഗം കഴിച്ചെഴുന്നേറ്റു. കണ്ണൻ കഴിച്ചിട്ട് അവൻ്റെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി കല്ലു കഴുകി വെച്ചു. അവൾ കിടക്കാനായി മുറിയിൽ ചെന്നപ്പോൾ കണ്ണൻ അമ്മയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവൾ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്നു. അച്ഛൻ എങ്ങനെയുണ്ടിപ്പോൾ? അവൻ ഫോൺ വെച്ചപ്പോൾ അവൾ ചോദിച്ചു. നാളെയല്ലേ റൂമിലേക്ക് മാറ്റൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നാളെ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോവോ? അവൻ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. നേരം 3 മണിയാവാറായി. അവൻ ക്ലോക്കിലേക്ക് നോക്കി, എന്നിട്ട് വന്ന് കട്ടിലിൽ കിടന്നു. കല്ലുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഡോ, വന്ന് കിടന്നോട്ടോ, ആ ലൈറ്റ് കൂടി ഓഫ് ചെയ്യ്, അവനൊരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. അല്പം കഴിഞ്ഞതും അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. ബെഡിൻ്റെ ഇങ്ങേ തലയ്ക്കൽ വന്ന് കിടന്നു.
താൻ ഉറങ്ങിയായിരുന്നോ? അവൻ നേരെ നിവർന്ന് കിടന്നുകൊണ്ട് അവളോട് ചോദിച്ചു. ഇല്ല, ഉറക്കം വന്നില്ല. ഞാൻ വിവരമൊന്നും അറിയാഞ്ഞോണ്ട്. അച്ഛമ്മയെ വിളിച്ചായിരുന്നോ? ഇല്ല. അതെന്താ? ഫോൺ എടുത്തില്ലായിരുന്നു. നാളെ വിളിക്കാം. നാളെ കാലത്തെ ഹോസ്പിറ്റലിൽ പോകണം. അമ്മ തനിച്ചാ. സുമേഷളിയെന്നല്ലേ ഉള്ളൂ. തനിക്ക് ഈ വീടൊക്കെ ഇഷ്ടമായോ? എന്തു പറഞ്ഞാലും ഈ മോളൽ എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് മിണ്ടിക്കൂടെ? അവന് ചെറുതായി ദേഷ്യം വന്നു. മറുപടിയൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൻ തലചിരിച്ചു നോക്കി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നവളെ അവൻ അരുമയായി നോക്കി. കുറച്ചു സമയം അവളെ നോക്കി കിടന്ന ശേഷം അവനും മെല്ലെ ഉറങ്ങിപ്പോയി. രാവിലെ 6 മണിയായപ്പോൾ കല്ലു ഉണർന്നു. കണ്ണൻ അപ്പോഴും ഒരു വശം ചെരിഞ്ഞു കിടന്ന് നല്ല ഉറക്കമാണ്. അവൾ വേഗം കിടക്ക വിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അമ്മയുടെ ഇളയ അനുജത്തി ഗീതച്ചിട്ടിയുണ്ട് അടുക്കളയിൽ. ഒപ്പം ശ്രീക്കുട്ടിയും. രണ്ടാളും വാചകത്തിലാണ്. കല്ലു നേരിയ പുഞ്ചിരിയോടെ അവിടേക്ക് ചെന്നു. ആ, ഇതെന്ത് വരവാ കുട്ടി? കുളിയും തന്നെ ഒന്നും കഴിയാതെയാണോ ഇങ്ങനെ കയറി വന്ന് നിൽക്കുന്നത്? ഗീത ചെറുതായി നീരസപ്പെട്ടു. സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ. ഇതൊക്കെ ആരും പഠിപ്പിക്കാതാണോ കെട്ടിച്ചയച്ചത്? ചെല്ല് പോയി കുളിക്ക്. അവർ അല്പം മുഷിഞ്ഞാണ് പറഞ്ഞത്. കല്ലു അടുക്കളയിൽ നിന്ന് വേഗം മുറിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ കണ്ണൊക്കെ കലങ്ങിയിരുന്നു. അവൾ ചെന്നപ്പോൾ കണ്ണൻ ഉണർന്നു കിടപ്പുണ്ട്. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പിന്നെ മുഖം എന്താ വല്ലാണ്ട്? എന്തു പറ്റിയിടൂ? ഒന്നുമില്ല, ഞാൻ കുളിക്കാൻ. അവൾ അലമാര തുറന്ന് ഒരു ചുരിദാർ എടുത്തു. ഇത്രയും നേരത്തെ കുളിക്കുമോ? ഇനി വെള്ളം മാറി കുളിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം വന്നാൽ? സാരില്ല, അതൊക്കെ പെട്ടെന്ന് ശീലാകും. ഏട്ടന് കാപ്പി വേണോ? താൻ കുളിച്ചിട്ട് വാ. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കണ്ട. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് മതിയോ കാപ്പി? അല്ലെങ്കിൽ ശ്രീക്കുട്ടിയോട് പറയാം. ഞാൻ പോയി എടുത്തോളാം, താൻ പോയി കുളിക്ക്. പിന്നെ പറഞ്ഞത് മറക്കണ്ട, വെള്ളം കുറച്ചെടുത്ത് ഒഴിച്ചാൽ മതി. അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണൻ അടുക്കളയിൽ ചെന്നപ്പോൾ രാജിയും ഗീതയും തമ്മിൽ ഉഗ്രൻ വാക്കേറ്റം. ചിറ്റ ആദ്യമായിട്ട് കൊച്ചച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുളിച്ചായിരുന്നോ? കുളിച്ചു. ഞങ്ങളുടെ അമ്മ അതൊക്കെ പറഞ്ഞാ വിട്ടത്. ഓ പിന്നെ, ഇടി കെട്ടിയോൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ സാധാരണ പെണ്ണുങ്ങൾ കുളിക്കും. അതൊക്കെ എല്ലാ കരയിലും അങ്ങനെയാണ്. പിന്നെ ഒന്ന് കിടന്നെന്ന് കരുതി ആകാശം എന്ത് ഇടിഞ്ഞു വീഴുവോ? അത് നിനക്കെങ്ങനെ അറിയാം ഒന്ന് കിടന്നതേ ഉള്ളൂന്ന്? ഈ ചീറ്റയ്ക്ക് നാണല്ലേ? രാജിക്ക് ദേഷ്യായി. എൻ്റെ കൂടെ കിടന്നാലുടനെ കുളിക്കാൻ എനിക്കെന്താ ചിറ്റ അയിത്തമുണ്ടോ? വാതിൽക്കൽ കണ്ണനെ കണ്ടതും എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഓ, അപ്പോഴേക്കും എല്ലാം പറഞ്ഞോ? എന്തു പറയാൻ? അവൻ്റെ ശബ്ദം മാറി. ചിറ്റ ഉദ്ദേശിച്ചത് എൻ്റെ ഭാര്യ എന്നോടെല്ലാം പറഞ്ഞു തന്നോന്നാണോ? എന്നാലേ അവളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ചെവിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു, അത്രമാത്രം. കണ്ണാ, നീ മുറിയിലേക്ക് ചെല്ല്. ചിറ്റ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി രാജി രംഗം ശാന്തമാക്കുവാൻ നോക്കി. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഓരോരുത്തരായിട്ട്. അതിനവളെന്ത് ചെയ്തു? അതിന് ഞാൻ എന്നാ പറഞ്ഞു മോനെ? ആകെപ്പാടെ ആ കൊച്ചിനോട് കുളിച്ചിട്ട് അടുക്കളയിൽ കയറാൻ പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ ഞാൻ അവളോട് മാപ്പ് പറയാം, പോരെ? ചിറ്റ എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഞാൻ എന്തു വേണം രാജി? ആകെ കൂടി ഇത് പറഞ്ഞതിനാണ് ഇവൻ എന്നെ വായി വന്നതൊക്കെ പറയുന്നത്. അതിനവൻ എന്തു പറഞ്ഞു ചിറ്റെ? കല്ലു ഒന്നും അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവൻ ചിറ്റ പറഞ്ഞത് കേട്ടുകൊണ്ട് വന്നു, അത്രയല്ലേ ഉള്ളൂ. കല്ലു അപ്പോഴേക്കും കുളി കഴിഞ്ഞു വന്നു. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. രാജി, ഞങ്ങൾ പോവാടി. 7-ന്റെ ബസ്സിൽ പോയാൽ 9 മണിയാകുമ്പോൾ വീടെത്തും, ഗീത പറഞ്ഞു. ചിറ്റ എന്താ ഇത്ര പെട്ടെന്ന് പോന്നേ? 2 ദിവസം കൂടി കഴിയട്ടെ. ഓ വേണ്ടടി, നമ്മളൊക്കെ അങ്ങ് പൊയ്ക്കോളാം. ഇവിടെ ഇപ്പോൾ ആളും പേരും ഒക്കെ ഉണ്ടല്ലോ. അവർ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് കല്ലുവിന് പക്ഷെ മനസ്സിലായില്ല. രാജി കൊടുത്ത കട്ടൻ ചായ മേടിച്ച് കണ്ണൻ തിണ്ണയിലേക്ക് ഇറങ്ങിപ്പോയി. അവനാണെങ്കിൽ അവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. കല്ലു ആ സമയത്ത് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നെറുകയിൽ സിന്ദൂരം ചാർത്തുകയാണ്. ആകെ മനസ്സിനൊരു വല്ലാത്ത ഉന്മേഷം പോലെ അവൾക്ക് തോന്നി. കണ്ണൻ അണിയിച്ച താലിമാല അവൾ കയ്യിലെടുത്തു.
എന്നിട്ട് ആ താലിമാലയിലേക്ക് തൻ്റെ അതരം ചേർത്തു. തോർത്തെടുത്ത് മുടി ഒന്നുകൂടെ തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് അവൾ വെളിയിലേക്ക് വന്നു. രാജിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കണ്ണൻ നടക്കുന്നുണ്ട്. അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരി തൂക്കി. ആ സമയത്ത് ഗീതയും മക്കളും കൂടി ഒരുങ്ങി വരുന്നത്. ചിറ്റ പോവാണോ? കല്ലു ചോദിച്ചു. ആ, ഞങ്ങൾ പോയേക്കുവാ. അവർ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ശ്രീകുട്ടിയും രാജിയും പിറകെ വന്നെങ്കിലും അവർ മുന്നോട്ട് നടന്നിരുന്നു. രാജിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് കണ്ണൻ പത്രം എടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കല്ലു ഈ സമയത്ത് മുറ്റം അടിച്ചു വാരുവാൻ ചൂല് തപ്പി നടക്കുവാണ്. എന്താ തിരയുന്നേ? ശ്രീകുട്ടി, ചൂലെവിടാ? ഞാൻ മുറ്റം അടിച്ചോളാം, കയറിപ്പോയിക്കോ. ശ്രീകുട്ടി തൊഴുത്തിൻ്റെ പിറകിലേക്ക് പോയി ഒരു ചൂലുമായി വന്നു. ഞാൻ അടിക്കാം. സാരില്ല, ഞാൻ അടിച്ചു വാരിക്കോളാം. അടുക്കളയിലേക്ക് ചെല്ലുകട്ടോ. ശരി. അവൾ തിരികെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. രാജയാണെങ്കിൽ ഇഡലി ഉണ്ടാക്കുകയാണ്. കല്ലു ചെന്നപ്പോൾ അവൾ സാമ്പാറിനുള്ള കഷ്ണമെല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. ആ ചേച്ചി, ഞാനിതെല്ലാം അരിഞ്ഞു തരാം. അവൾ കത്തിയെടുത്ത് നുറുക്കാൻ തുടങ്ങി. രാജ അവളോട് ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അവൾ പഠിച്ച സ്കൂളും കോളേജും പിന്നെ അച്ചമ്മയുടെ വീട്ടുകാരെക്കുറിച്ചും ഉഷയുടെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഈ സമയത്താണ് സുമേഷിൻ്റെ അമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത്. രാജി, ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ? വീട്ടിൽ പോകണ്ടേ? നീ സുമേഷിനെ വിളിച്ചോ? അവൻ എപ്പോൾ വരും? കണ്ണൻ ചെന്ന് കഴിയുമ്പോൾ സുമേഷേട്ടൻ തിരിച്ചു പോരും. രാജി അവർക്ക് കുടിക്കുവാനായുള്ള കട്ടൻ ചായ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചു. കാളിന്തി. കണ്ണൻ്റെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. എന്തോ? താൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിൽ വേഗം റെഡിയാവ്. ശരി. കാളിൻ്റെ അച്ഛനെ കാണാൻ പോകുന്നുണ്ടോ? ഓ ചേച്ചി, ചേച്ചി വരുന്നോ? ഞാനിപ്പോൾ ഇല്ല, നിങ്ങൾ രണ്ടാളൂടി ചെല്ല്. അവൾ അപ്പോഴേക്കും പരിപ്പെടുത്ത് കുക്കറി വെച്ചു. കാളിൻ്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ചതിന് ശേഷം ബാക്കി വന്നവയെടുത്ത് ഫ്രിഡ്ജിലേക്കും വെച്ചു. എന്നാൽ പോയി റെഡി ആയിക്കോ. അപ്പോഴേക്കും ഞാൻ സാമ്പാർ വയ്ക്കാം. നിങ്ങൾക്ക് കാപ്പി കുടിച്ചിട്ട് പോവാം, രാജി പറഞ്ഞു. ശരി ചേച്ചി. കാളിന്തി തൻ്റെ മുറിയിലേക്ക് ഒരുങ്ങാനായി പോയി. അവൾ ചെന്നപ്പോൾ കണ്ണൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഷർട്ട് മാറിയിടുകയാണ്. അവൾ തൻ്റെ തലമുടി അഴിച്ചു തോർത്തിയിട്ട് ഒരു ചീപ്പെടുത്ത് ചീകിയിട്ടു. അലമാര തുറന്ന് ഒരു ചുരിദാർ എടുത്തുകൊണ്ട് വന്നു. കണ്ണൻ ഇറങ്ങിപ്പോയ ശേഷം ഡ്രസ്സ് മാറുവാൻ. അത് മനസ്സിലാക്കിയ കണ്ണൻ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇളം പച്ച നിറമുള്ള ഒരു ചുരിദാറാണ് അവൾ അണിഞ്ഞത്. 5 മിനിറ്റ് കൊണ്ട് അവൾ റെഡിയായി ഇറങ്ങി വന്നു. വൈകാതെ തന്നെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് അച്ഛനെ കാണാനായി പുറപ്പെട്ടു. ബൈക്കിൽ കയറി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് കല്ലു അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചാണ് ഇരിക്കുന്നത്. അവൾക്ക് പേടിയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് കണ്ണൻ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത്. അങ്ങനെ രണ്ടാളും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴുണ്ട് ഗീതച്ചിറ്റയും മക്കളും കൂടി അമ്മയുടെ അടുത്തിരിക്കുന്നു. കണ്ണന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ശരിക്കും അമ്മയോട് കെട്ടുകഥകൾ പറഞ്ഞു കൊടുത്തു കാണുമെന്ന് അവന് ഉറപ്പുണ്ട്. അമ്മയുടെ മുഖത്തു നിന്നും അത് ശരിക്കും വ്യക്തമാവുന്നുണ്ട്. അമ്മേ, അച്ഛനെ കയറി കണ്ടോ? കാളിന്തി ശോഭയുടെ അരികത്തേക്ക് ചെന്നു. ഇന്ന് കണ്ടില്ല മോളെ. ഇന്നലെ രാത്രിയിൽ അവർ വിളിച്ചു കാണിച്ചു. അമ്മ എന്തെങ്കിലും കഴിച്ചോ? കാളിന്തി വീണ്ടും ചോദിച്ചു. ആ, ഇതെന്തൊരു ചോദ്യമാണ് കൊച്ചേ. സ്വന്തം കെട്ടിയോൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു വറ്റെങ്കിലും ഇറങ്ങുമോ? ഗീത മൂക്കത്ത് വിരൽ വെച്ചു. കണ്ണന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ഇവിടെ വെച്ച് എന്തെങ്കിലും താൻ പറഞ്ഞു പോയാൽ പിന്നെ അത് മതി. അമ്മ പോലും ചിലപ്പോൾ. സോറി അമ്മേ, ഞാനത് ഓർത്തില്ല. അതൊന്നും സാരില്ല മോളെ. ശോഭയുടെ വാക്ക് കേട്ടപ്പോൾ കലുവിന് അല്പം സമാധാനം. എന്നാൽ ഞങ്ങൾ ഇറങ്ങൂ ചേച്ചി. പോയിട്ട് അടുത്ത ദിവസം വരാം. ആ, എന്നാ നീ ചെല്ല്. ശോഭ വേഗം തന്നെ അനുജത്തെ യാത്രയാക്കി. തൊട്ടു പിന്നാലെ സുമേഷും വീട്ടിലേക്ക് പോയി. കല്ലു വന്ന് അമ്മയുടെ അടുത്തിരുന്നു. അമ്മേ. എന്താ മോളെ? അമ്മ വിഷമിക്കണ്ട. നമ്മുടെ അച്ഛൻ ഒരു കുഴപ്പവും വരില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ അമ്മേ? അവർ ശോഭയുടെ കയ്യിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ആ, എന്നാലും പാവം അച്ഛൻ. ഇതേവരെയായിട്ടും ഒരു പനി പോലും വന്ന് ആശുപത്രി കയറിയിട്ടില്ല മോളെ. അതാണ് അമ്മയ്ക്ക് സങ്കടം. ശോഭയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മേ, കരയല്ലേ അമ്മേ? കല്ലു അവരുടെ കണ്ണീർ തുടച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാണ്. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? അച്ഛൻ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ചുമ്മാ ഇരുന്ന് കരയാ. അവളുടെ ഓരോ സംശയങ്ങളും
നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഓരോ വയ്യാവേലി. കണ്ണൻ കല്ലുവിൻ്റെ നേർക്ക് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും പേടിച്ചുപോയി. അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. നീ മിണ്ടാതിരിക്ക. വെറുതെ ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിക്കാതെ. ശോഭ മകൻ്റെ നേർക്ക് തിരിഞ്ഞ് കണ്ണുരുട്ടി. കുറച്ചു കഴിഞ്ഞ് കല്ലു അമ്മയെ നിർബന്ധിച്ച് ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയി. അവർക്ക് കാലത്തെ കഴിക്കാൻ ദോശയും ചമ്മന്തിയും ഒക്കെ വാങ്ങിക്കൊടുത്തു. അവർ മനസ്സില്ലാ മനസ്സോടെ ഒരെണ്ണം കഴിച്ചു. കല്ലുവിൻ്റെ ഓരോ പ്രവൃത്തികളും നോക്കി നിൽക്കുവാണ് കണ്ണൻ. അമ്മ ഭക്ഷണം കഴിച്ചപ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം കാണായിരുന്നു. എന്നാൽ കണ്ണൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് അവനെ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഏകദേശം ഉച്ചയോടെ രാജനെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്നും വേദന കുറവുണ്ടെന്നും അച്ഛൻ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. രാജി ശ്രീകുട്ടിയൊക്കെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലെത്തി. എല്ലാവർക്കും അച്ഛനെ കണ്ടപ്പോൾ ആശ്വാസം. അന്നും ശോഭയാണ് ഹോസ്പിറ്റലിൽ നിന്നത്. കണ്ണൻ ഒരുപാട് തവണ പറഞ്ഞു താനും കൂടി നിൽക്കാമെന്ന്. പക്ഷെ ശോഭയും രാജനും കൂടി മകനെ പറഞ്ഞു വിട്ടു. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അവരെല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണൻ എല്ലാവരെയും കൊണ്ടുപോയി ചായയും പഴംപൊരിയും ഒക്കെ മേടിച്ചു കൊടുത്തു. കല്ലും കണ്ണനും തിരികെ ബൈക്കിലാണ് പോകുന്നത്. ശ്രീകുട്ടിയും രാജീവും സുമേഷിൻ്റെ ഒപ്പവും. തിരികെ വീട്ടിലെത്തിയപ്പോൾ 7 മണി. സുമേഷിൻ്റെ അമ്മ അവരെ കാത്ത് ഉമ്മറത്തുണ്ട്. എൻ്റെ രാജി, ഇത്രയും താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? എത്ര നേരമായി എല്ലാം കൂടെ പോയിട്ട്? അച്ഛനെ ഉച്ചയായമേ റൂമിലേക്ക് മാറ്റിയപ്പോൾ അതാ താമസിച്ചത്. നീ ഈ കൊച്ചിനെയും കൊണ്ട് അതിലെ ഇതിലെയൊക്കെ നടന്ന് ഇനി ഇതിനും കൂടി അസുഖം പിടിപ്പിക്കരുത്. അതിന് മറുപടിയായി അവൾ ഒന്നും പറഞ്ഞില്ല. ശ്രീകുട്ടിയാണെങ്കിൽ കല്ലുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കല്ലു അപ്പോൾ ശ്രീകുട്ടിയുടെ ഫോൺ മേടിച്ച് അച്ഛമ്മയെ വിളിച്ചു. കാലത്തെ ഹോസ്പിറ്റലിൽ വെച്ച് അവർ കണ്ണൻ്റെ നമ്പറിൽ വിളിച്ചു. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഹലോ അച്ഛമ്മേ. അവൾ ഫോണെടുത്ത് കാതോട് ചേർത്തു. മോളെ, ഞാനും ഉഷയൊക്കെ ഇവിടെ ആശുപത്രിയിലുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഞങ്ങൾ ശോഭയോടൊക്കെ സംസാരിക്കുവാണ്. ആണോ? ശരി അച്ഛമ്മേ, പിന്നെ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. ശ്രീകുട്ടിക്ക് കൊടുത്തു. തിരികെ അവൾ റൂമിലെത്തിയപ്പോൾ കണ്ണൻ ആരെയോ ഫോൺ ചെയ്യുകയാണ്. കാലത്തെ അമ്മയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെയാണ്. തന്നോട് മാത്രമുള്ള ദേഷ്യം. വേറെ എല്ലാവരോടും മിണ്ടാൻ 100 നാവാണ്. കണ്ണൻ ഫോൺ വെച്ചിട്ട് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് വേഗം കുളിമുറിയിലേക്ക് പോയി. ഓ, ഭയങ്കര ജാടയാണല്ലോ പെണ്ണെ നിനക്ക്, അവൻ മനസ്സിലോർത്തു. സുമേഷും അമ്മയും കൂടി അപ്പോൾ പോകാനായി ഇറങ്ങുകയാണ്. നാളെ പോകാളിയാ. ഓ വേണ്ട കണ്ണ, പോയേക്കാം. എത്ര ദിവസമായി വന്നിട്ട്. വൈകാതെ അവർ യാത്ര പറഞ്ഞു പോയി. അതിനുശേഷം കല്ലു കുളിക്കാനായി പോയി. രാജി ശ്രീകുട്ടി അകത്താണ്. കുളിമുറിയിലേക്ക് നടന്നുപോയ കല്ലു ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കണ്ണൻ ഇതെല്ലാം കണ്ട് തിണ്ണയിലെ കസേരയിൽ ഇരിക്കുവാണ്. പേടിത്തൊണ്ടിയാണെങ്കിലും ജാടയ്ക്കൊരു കുറവില്ലല്ലോ. അവൻ ഊറി ചിരിച്ചു. തുടരും.